ഇല്ലച്ചാ, ഞാൻ വിചാരിക്കുന്നത് ഏവിയേഷന് പോവാന്ന്. ആണോ? എങ്കിൽ മോക്ക് എന്തുവാന്നോ ഇഷ്ടം അതിന് പോവും. അതല്ലേ നല്ലത്. അപ്പം മോക്ക് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. എനിക്ക് ഡിഗ്രിക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാ. എങ്കി ഓക്കേടാ, അങ്ങനെ മതി. നിന്റെ ഇഷ്ടത്തിന് എന്തായാലും ഇവിടെ ഞങ്ങളാരും എതിരെ നിൽക്കത്തില്ലല്ലോ. നിനക്ക് എന്തുവാന്ന് പഠിക്കാൻ താല്പര്യം അത് പഠിക്കുക. എന്തോ ആയാലും പഠിച്ചോണം. ഓക്കെ? എന്നാ പിന്നെ ശരി മോളെ, നീ റെസ്റ്റ് എടുക്ക. ഹലോ. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാടി നിന്നെ. എടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എന്റെ അടുത്ത് അച്ഛനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കോള് കട്ട് ചെയ്ത് വിട്ടെ. വെറുതെ കള്ളൊന്നും പറയണ്ട. എനിക്ക് ഉറപ്പാ നീ അവിടെ വേറെന്തോ പരിപാടിയിലാണ്. സത്യം പറ, നീ വീട്ടിൽ തന്നെ വന്നോ? എടാ, ഞാൻ സത്യമായിട്ടും എന്റെ വീട്ടിലാ. കൂടുതലങ്ങ് കള്ളം പറയല്ലേ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, ഞാൻ എന്റെ വീട്ടിലാ. ആണോ? നീ വീട്ടിലാണോ? എനിക്കൊരു കാര്യം ചെയ്യും, വീഡിയോ കോൾ വടി. വീഡിയോ കോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്താ? അതെന്താടി നിനക്ക് വീഡിയോ കോൾ ചെയ്താ പറ്റില്ല? ആണോ? എങ്കിൽ നീ ചെയ്യണ്ടടി. നിന്നെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അരമണിക്കൂറിനകം ഞാൻ നിന്റെ വീടിന്റെ അവിടെ കാണും. എന്തേലും കാണിക്ക്. അഞ്ജലി, എന്തുവാ പ്രശ്നം? എടി, അതാ. പറ, എന്ത് തന്നെ ആയാലും എന്നോട് ഓപ്പണായിട്ട് പറ. നീ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാഹുലിനെ കുറിച്ച്? അവൻ എന്തുവാ നിന്നോട് പറഞ്ഞത്? എടി, എനിക്ക് ഒരു രീതിയിലുള്ള സമാധാനം തരുന്നില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരോട് ഇഷ്ടമാണെന്ന് പറയാൻ പോയത്? എടി, ഞാനായിട്ട് ഇഷ്ടമാണെന്നൊന്നും പറയാൻ പോയതല്ല. ഇവൻ ശരിക്കും എന്നെ ട്രാപ്പിലാക്കുമായിരുന്നു. ഇപ്പം സഹിക്കാവുന്നതിനപ്പുറമായി. എടി, അതായത് ഇപ്പം പറയുവാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഞാൻ ഏവിയേഷന് പോകുമെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പം അച്ഛനും ഒരു പ്രശ്നമില്ല. പക്ഷെ അവനത് പ്രശ്നമാണ്. അവൻ പറയുക അതത്ര നല്ല ഫീൽഡല്ല, ശരിയാവത്തില്ല. നീ ഇങ്ങനെ ടെൻഷനാവാതെ എന്തായാലും നമുക്ക് ആലോചിച്ച് തന്നെ തീരുമാനിക്കാം. അതുപോലെ നിനക്കറിയോ, എൻ്റെ ഒരു ഫ്രണ്ട്സിനെ കോൾ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങാനും വിളിക്കുമ്പോൾ അനദർ കോൾ ആണെങ്കിൽ ഒരു രീതിയിലുള്ള സമാധാനം തരില്ല. പറയുമ്പോൾ എല്ലാം ഞാൻ കാണാൻ ചെല്ലണം. കാണാൻ ചെന്നാലോ പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കില്ല അവനപ്പം. അഞ്ജലി, ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, വീട്ടിൽ പറ. എനിക്ക് ആഗ്രഹമുണ്ട് വീട്ടിൽ പറയണമെന്ന്, പക്ഷെ അവരെന്നെ മനസ്സിലാക്കാതിരിക്കാൻ എന്താ? അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനും പറയാം, നിന്നെ ഞാനും സപ്പോർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, പറഞ്ഞു തീർന്നില്ല, അവനെ വിളിക്കുന്നു. ഹലോ. പൊന്നുമോളെ, നിന്റെ വീടിന്റെ താഴോട്ടൊന്ന് വന്നേ. എന്തിന്? കാരണം ഞാനിവിടെ ഉണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ വീഡിയോ കോൾ ചെയ്യാൻ. അപ്പൊ നിനക്ക് വയ്യ. കുറച്ചെങ്കിലും മനസ്സമാധാനം എന്താ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിക്കാന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ മനസ്സമാധാനം തരാം. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ താഴോട്ട് ഇറങ്ങുക. കണ്ടോ, ഇങ്ങനെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? എന്തോ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. നീ ഇതെവിടെ പോവാ? താഴോട്ട്, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറി വരും. കയറി വരുന്നെങ്കിൽ കയറി വരട്ടെ. ഇനി ഇങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോൾ അച്ഛനോടും അമ്മയോടും കാര്യം പറയാൻ പോവാം. പക്ഷെ അവരൊക്കെ ഏത് രീതിയിലെടുക്കും? എനിക്ക് ആകെ പേടിയാവുന്നു. നീ ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ. ഇങ്ങനെ പേടിച്ചിരിക്കുന്നതല്ല ഇങ്ങനെയുള്ളവന്മാർക്ക് വളമാവുന്നത്. അതുകൊണ്ട് ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് പറ ഇങ്ങോട്ട് കയറി വരാൻ. അതല്ലെങ്കിൽ അവനെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറ. ഈ റിലേഷന് താല്പര്യം ഇല്ലെന്ന് പറ. നീ പേടിക്കുന്തോറും അവൻ്റെ അഹങ്കാരം കൂടിക്കൂടി വരും. അതുകൊണ്ട് വിളിക്കവനെ, വിളിച്ചിട്ട് കയറി വരാൻ പറ. ഇന്നിതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഹലോ. സമയം ഇത്രയായി, നീ ഇതെവിടെ പോയി കിടക്കുവാടി? എനിക്ക് വരാൻ താല്പര്യമില്ല. കൂടുതൽ അഹങ്കാരം എടുത്താ ഞാനും കയറി വരും, അതും ഓർത്തോണം. ഒരു കാര്യം ചെയ്യും, നീ വാ. ഞാൻ വരുവേ. അതാ പറഞ്ഞേ, അത്രയ്ക്ക് വലിയ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാ. ഇതുവരെ ഇല്ലാത്ത ധൈര്യം നിനക്ക് പെട്ടെന്ന് ഇവിടുന്ന് വന്ന്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. പിന്നെ നിൻ്റെ അടുത്ത് പലതവണ പറഞ്ഞ കാര്യത്തിന് ഇപ്പോഴും പറയാൻ പോവാം. എനിക്ക് റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇത് ലാസ്റ്റായിട്ട് പറയുക. ഒന്നുകിൽ നീ കയറി വന്ന് ഇപ്പം ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്തേക്കരുത്. നിന്നെ പോലെ ഒരു പ്രാന്തൻ്റെ കൂടി എൻ്റെ ജീവിതം കളയുന്നതിനേക്കാൾ ഭേദം ഞാൻ തൂങ്ങിച്ചാവുന്നതാണ്. ഇനി മേലിൽ എന്നെ വിളിച്ചേക്കരുത്. വെച്ചിട്ട് പോടാം.